വൈദ്യുതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇവിടെ ഇപ്പൊ വേലി കിട്ടിയതുപോലെ ചിരിലന്തി വില പോലെ കിടക്കുന്ന കുറെ നമ്മളുടെ ഈ വയറുകളില്ലേ, അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി 3 പ്രാവശ്യം കൂട്ടിയില്ലേ? 4ാം പ്രാവശ്യം കൂട്ടുന്നതിനെ കുറിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ വൈദ്യുതി ചാർജും ഒരു രക്ഷയില്ല. ഒരു വർഷം മുമ്പ് നമ്മൾ 300 രൂപയ്ക്ക് കൊടുത്തിരുന്ന ഒരു സാധാരണക്കാരന്റെ ശരാശരിക്കാരന്റെ വീട്, ആ വീട്ടിലെ വൈദ്യുതി ഇപ്പോ ബിൽ എത്രയായി വർദ്ധിച്ചിട്ടുണ്ട്? പണ്ടെടുത്ത അതേ അളവ്, പണ്ട് കിട്ടിയതുപോലെയുള്ള സാഹചര്യങ്ങൾ, അതിനേക്കാൾ കൂടുതൽ ഇല്ല. വൈദ്യുതി അതിനേക്കാൾ കൂടുതൽ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ നേരെ ഇരട്ടിക്കടുത്ത് കൂട്ടിയിരിക്കുകയാണ്. അതും പറയാൻ ഒരു മടിയുമില്ലാത്ത സഹോദരന്മാരാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന നിലയിൽ അവർ നിൽക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MP ഇവിടെ ആന്റോ ആന്റണി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ വിശദമായി സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ആവശ്യമുണ്ടാകേണ്ട അസാധാരണമായ കാര്യങ്ങളല്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഭവനങ്ങളിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് ഗവൺമെന്റും വില കൂട്ടിയിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികൾ അവർ വില കൂട്ടി. കടകളിൽ കമ്പോളത്തിൽ ചെന്നാൽ അവിടെ വില കൂടുതലാണ്. ഗവൺമെന്റ് ഇങ്ങോട്ട് തരുന്നതിനും വില കൂടുതലാണ്. പക്ഷെ ജനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് എന്തെങ്കിലും വില കൂടിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ നാളികേരം കൊടുക്കും, പക്ഷെ അതിന് വല്ല വിലയും കിട്ടാറുണ്ടോ? നമ്മൾ റബ്ബർ കൊടുക്കും, അതിന് വല്ല വിലയും കിട്ടാറുണ്ടോ? അപ്പൊ നമ്മൾ കൊടുക്കുന്നതിനൊന്നും വിലയില്ല. നമ്മൾ വാങ്ങുന്നതിനെല്ലാം വില കൂടുതലാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് തരുന്നതിനും വില കൂടുതലാണ്. അതിനേക്കാൾ അപ്പുറത്താണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം കൂടി. ഒരു ഭവനത്തിൽ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ അപേക്ഷാ ഫീസ് കൂടിയിട്ടില്ലേ? നിങ്ങളെടുത്ത് നോക്കണം. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ഞങ്ങൾക്കെല്ലാം ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഉത്തരവിന്റെ ഒരു 200 പേജ് ഉള്ളൊരു പുസ്തകം കുത്തിക്കെട്ടി അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കണം, ഗവൺമെന്റ് ഉത്തരവ് ഒരു ജാതി സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ അതിന്റെ ചാർജ് കൂടിയില്ലേ? നമ്മളൊരു വീടിന്റെ അപേക്ഷ കൊടുക്കണമെങ്കിൽ അതിന്റെ വില കൂടിയിട്ടില്ലേ? അതിന്റെ പ്ലാൻ കൊടുക്കണമെങ്കിൽ അതിന്റെ ചാർജ് വർദ്ധിച്ചിട്ടില്ലേ? എല്ലാം നമുക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഒരു രക്ഷയുമില്ലാത്ത അന്തരീക്ഷം വരികയാണ്. കേരളത്തിൽ ദുസ്സഹമായ സാഹചര്യമാണ്. മുഖ്യമന്ത്രിക്ക് ഒറ്റമൂലി മറുപടി മാത്രമേ ഉള്ളൂ. ഒരു മറുപടി മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മളോട് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നാണ്. ജനങ്ങൾ വോട്ട് ചെയ്തതിനെ അവരെ ശിക്ഷിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ശ്രീ പിണറായി വിജയൻ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ബഹുജനങ്ങളെ മൊത്തം അവരെല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഭരണത്തിന്റെ ബാക്കി പത്രം. അതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കയ്യാങ്കളികൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സത്യം പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഉന്നം നോക്കി നിൽക്കുകയാണ്. അവരൊരു ഫോർമുലയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് ജയിക്കുന്നതിന് വേണ്ടി ഒരു മാർഗം ഉണ്ടാകണം. നേരെ ഭൂരിപക്ഷം കിട്ടുന്നവരാണ് ജയിക്കേണ്ടത്. പക്ഷെ എതിർപക്ഷത്തുള്ള വോട്ടുകളെ ഭിന്നിപ്പിക്കുകയോ എതിർപക്ഷത്ത് നിൽക്കുന്ന വോട്ടുകളെ സ്വാധീനിക്കുകയോ രണ്ടിലേതെങ്കിലും ചെയ്യാതെ രക്ഷയില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെയ്യുന്നതെന്താ? RSSനെ വളർത്തുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ബോധപൂർവമായി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. എല്ലാ സ്ഥലത്തും അതിനുവേണ്ടി ചർച്ച ചെയ്യുകയാണ്. 1987 ബിജെപിയുടെ അന്നത്തെ RSSന്റെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയൻ എന്നുള്ള സത്യം ഈ നാട്ടുകാർക്ക് മറക്കാൻ പറ്റുമോ? ഇവിടെ മുഖ്യമന്ത്രി അവർക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് RSSനെതിരായി സംസാരിച്ചപ്പോൾ അറിയില്ല. 1987 RSSനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘാടക സമിതിക്കകത്ത് ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു മറുപടിയും പറയുന്നില്ല എന്നാണ്. അവർ ചെയ്യുന്ന രാഷ്ട്രീയ കയ്യാങ്കളിക്ക് കേരളത്തിലെ ഓരോ മഹോത്സവത്തിലെയും വിനിയോഗിച്ചാലോ
നമുക്കിവിടെ പത്തനംതിട്ടയിൽ മാരാമൺ കൺവെൻഷൻ എല്ലാവർക്കും അറിയാം, ലോക പ്രസിദ്ധമാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ആ മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോ അത് കലക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ ഈ ജില്ലയിലെ ജനങ്ങൾ സമ്മതിക്കുമോ? കേരളത്തിലെ ജനത സമ്മതിക്കുമോ?